നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല ക്ഷേത്രക്കൊള്ള നടത്തിയ CPM കോൺഗ്രസ് സംഘങ്ങൾക്കെതിരെ ജില്ലാ യുവമോർച്ച കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ചരിത്രപ്രസിദ്ധമായ തൃശൂർ ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രപൂരം സമാപിച്ചു. മരോട്ടിച്ചാൽ ചെസ് അസോസിയേഷൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ ആദരിച്ചു. അലൂമിനിയം മെറ്റീരിയൽസ് വിലവർധനയ്ക്കെതിരെ അലൂമിനിയം അസോസിയേഷൻ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. ശബരിമലയിൽ കൊള്ള നടത്തിയ CPM കോൺഗ്രസ് കുറുവ സംഘത്തിനെതിരെ യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത് അധ്യക്ഷത വഹിച്ച യോഗം യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വഞ്ചിമല ഉദ്ഘാടനം ചെയ്തു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അധീന ഭാരതി, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രാഹുൽ നന്ദിക്കര എന്നിവർ പ്രസംഗിച്ചു. നേതാക്കളായ ദിനിൽലാൽ, കാളിദാസ്, കൃഷ്ണദത്ത് എന്നിവർ നേതൃത്വം നൽകി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി. മണ്ണുത്തി നെല്ലങ്കര റോഡിലെ പൈപ്പ് സ്ഥാപിക്കാൻ വേണ്ടി എടുത്ത കുഴികൾ അടച്ച് അടിയന്തരമായി റീടാറിംഗ് നടത്താത്ത PWD അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് മുൻ മേയർ രാജൻ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ നിന്ന് മണ്ണൂത്തിയിലേക്ക് എത്താൻ വാഹനത്തിരക്കില്ലാത്ത റോഡായതിനാൽ നിരവധി വാഹനങ്ങളും ഭാരവാഹനങ്ങളും ഈ റോഡ് നിരന്തരം ഉപയോഗിക്കുന്നു. വീതി കുറവായതിനാൽ വൈദ്യുതി പോസ്റ്റുകൾ റോഡിനോട് ചേർന്ന് തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുമൂലം നിരവധി അപകടങ്ങൾ സ്ഥിരമായി സംഭവിക്കുന്നതായി രാജൻ പല്ലൻ പറഞ്ഞു. ഈ റോഡിലൂടെ കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകുന്നത് സ്കൂൾ കുട്ടികളുടെ ജീവന് ഭീഷണിയാണ്. റോഡരികിലെ വീട്ടുകാർ പൊടിശല്യം മൂലം നിത്യവും വീടിന് മുന്നിലെ റോഡ് നനയ്ക്കുന്നത് പതിവാക്കിയിരിക്കുന്നു. മാസങ്ങളായി ഈ റോഡുകൾ തകർന്നു കിടക്കുന്നത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന തൃശൂർ MLAയും പൊതുമരാമത്തും ജനങ്ങളോട് ചെയ്യുന്ന അനീതിയും അതിനുമപ്പുറം ഒരു വെല്ലുവിളി കൂടിയാണ്. പൈപ്പിടാൻ റോഡ് പൊളിച്ച വാട്ടർ അതോറിറ്റി റോഡ് റീടാറിംഗ് നടത്താൻ ആവശ്യമായ പണം PWDക്ക് കെട്ടിവച്ചിട്ടും റോഡ് ടാറിംഗ് നടത്താത്തത് നാട്ടുകാരോടുള്ള വെല്ലുവിളിയാണ്. എത്രയും വേഗം ഈ റോഡ് റീടാർ ചെയ്ത് അപകടങ്ങൾ ഒഴിവാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്ന് കൗൺസിലർ ഗോപാലകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് ബഷീർ അഹമ്മദ് എന്നിവരും പറഞ്ഞു. ഈ പ്രതിഷേധ സമരത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കോർപ്പറേഷൻ കൗൺസിലർ ശ്യാമള, കോർപ്പറേഷൻ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് തൃശ്ശൂർ കോർപ്പറേഷൻ 6 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ കോർപ്പറേഷൻ കൗൺസിലിലെ ഇത്തരത്തിലൊരു പദ്ധതി വരുമ്പോൾ ശ്യാമളയടക്കമുള്ള കൗൺസിലർമാർ ആവശ്യപ്പെട്ട ഒരു കാര്യം, റെസിഡൻസ് ഏരിയയിൽ റോഡുകൾ വെട്ടിപ്പൊളിക്കുമ്പോൾ സമയബന്ധിതമായി ആ റോഡ് വർക്ക് ചെയ്ത് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ആ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അന്നത്തെ മേയറും PWD ഉദ്യോഗസ്ഥരും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമൊക്കെ ഈ പദ്ധതി തുടക്കം കുറിച്ചത്. വിവിധ ഭാഗങ്ങളിൽ പൈപ്പ് ലൈൻ വലിക്കുന്നു എന്നതിന്റെ പേരിൽ റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ച് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, തൃശ്ശൂർ കോർപ്പറേഷനിലെ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഒരു ചെറുപ്പക്കാരൻ, കേന്ദ്ര ബാങ്കിൽ ജീവനക്കാരായ ഒരു ചെറുപ്പക്കാരൻ ബൈക്കിൽ കുഴിയിൽ വീണ് ബസ് കയറി മരിക്കുന്ന സംഭവം ഉണ്ടായി. തുടർച്ചയായ ഒരിന്റെയും കോർപ്പറേറ്റ് കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇവിടെ ശ്യാമള ഇവിടുത്തെ കൗൺസിലർമാരെ സൂചിപ്പിക്കുകയായിരുന്നു, ഇവിടുത്തെ ഈ കുഴിയിൽ വീണ് 2ഉം 3ഉം പേർക്ക് മാരകമായ പരിക്ക് പറ്റിയിട്ടുള്ള അവസ്ഥ സൂചിപ്പിക്കുകയാണ്. ഈ വഴിയിൽ കൂടി പോകുമ്പോൾ സമരത്തിന്റെ ഭാവം മാറും.
തൃശൂർ ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം സമാപിച്ചു. ബുധനാഴ്ച 6 മണിയോടുകൂടി കൂട്ടിയെഴുന്നള്ളിപ്പ് 7:45 സമാപിച്ചു. 33 ദേശങ്ങളിൽ നിന്ന് ഗജവീരന്മാർ പങ്കെടുത്തു. 33 ഗജവീരന്മാരും ദേവി സന്നിധിയിലെത്തി ഉപചാരമർപ്പിച്ചു പിരിഞ്ഞു. ദേവിയുടെ തിടമ്പുമായി ഓറുകുളങ്ങരയിലേക്ക് ആറാട്ട് യാത്രയും ആറാട്ട് മുങ്ങി ക്ഷേത്രത്തിലെത്തി കൊടിയിറക്കുകയും ചെയ്തു. കല്യാണ മണ്ഡപത്തിൽ ഒരുക്കിയ ആറാട്ട് കഞ്ഞി കഴിച്ച് ഭക്തജനങ്ങളുടെ മടക്കം അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പിന് വേണ്ടിയായിരുന്നു. മരോട്ടിച്ചാൽ ചെസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തിയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളെ ആദരിച്ചു. മരോട്ടിച്ചാൽ സെന്ററിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് എം പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാതെ പുതുതലമുറയെ ഒരു പരിധിവരെ രക്ഷിക്കാൻ മരോട്ടിച്ചാൽ ചെസ് അസോസിയേഷന് സാധിച്ചുവെന്നും അത് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച മരോട്ടിച്ചാലിലെ ജനകീയ കൂട്ടായ്മയുടെ വിജയമാണെന്നും ലഹരിയുടെ പിടിയിൽപ്പെട്ട് കുത്തിയൊലിച്ചു പോവുമായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ യുവാക്കൾ കെട്ടിയ തടയണ ഇന്ന് മരോട്ടിച്ചാലിനെ ലോക ശ്രദ്ധയിലെത്തിക്കാൻ കഴിഞ്ഞുവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പീതാംബരൻ മാസ്റ്റർ പറഞ്ഞു.
ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് വിനീഷ് പ്ലാശ്ശേരി അധ്യക്ഷത വഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി.കെ. ശ്രീനിവാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ സി.ബി. അജി, പ്രിയങ്ക സനീഷ്, ജോസി ബേബി, സി.കെ. തിലകൻ, അസോസിയേഷൻ സെക്രട്ടറി സജി താണിക്കൽ, ട്രഷറർ അരോഷ് ടി.എ, ദേവദാസ് കള്ളാടത്തിൽ എന്നിവർ സംസാരിച്ചു. ഇവിടെ നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾക്ക്, ഈ പ്രദേശത്തുള്ള ജനപ്രതിനിധികൾക്കാണ് ഒരു അനുമോദനം കൊടുക്കുന്നത്. മറ്റെവിടെ കൊടുക്കുന്നതിനേക്കാൾ ആദ്യത്തിൽ വേണമെന്ന് മരോട്ടിച്ചാലിന് തോന്നുന്നതാണ്. അതായത് ചെസ് അസോസിയേഷൻ തോന്നുന്നു. കാരണം അങ്ങനെ ഒരു ജനകീയ പാരമ്പര്യം ഈ മരോട്ടിച്ചാലിനുണ്ട്, ചെസ് അസോസിയേഷന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഒരു കാലത്ത് മാനാമംഗലവും മരോട്ടിച്ചാലും ഒക്കെ കുത്തിയൊലിച്ചു പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടം. വെള്ളപ്പൊക്കത്തിലോ മലവെള്ളത്തിലോ അല്ല, മറ്റേ വെള്ളം കൊണ്ട് കുത്തിയൊലിച്ചു പോകും, ചാരായവും മദ്യവും കൊണ്ട് കുത്തിയൊലിച്ചു പോകുമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തില് അതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ അന്നത്തെ യുവാക്കൾ ഇറങ്ങിത്തിരിച്ച്, യുവാക്കൾ പിന്നീട് എല്ലാ വിഭാഗം ആളുകൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന അതിന്റെ ആ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് തടയണ കെട്ടാനും വീണ്ടും മാനാമംഗലത്തിന്റെയും മരോട്ടിച്ചാലിന്റെയും സ്നേഹ സാന്നിധ്യം, സൗഹൃദ അന്തരീക്ഷം, പരസ്പര സ്നേഹം ഉള്ള മാനാമംഗലവും മരോട്ടിച്ചാലും വീണ്ടെടുക്കാൻ സാധിച്ചത് അന്നത്തെ മദ്യ വിരുദ്ധ പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ്. ഒരു തലമുറ മുഴുവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് അന്നത്തെ മദ്യത്തിനെതിരായിട്ടുള്ള, വാറ്റിനെതിരായിട്ടുള്ള ഒരു നീക്കം ഇവിടെ ഉണ്ടായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു ഘട്ടമെത്തിയപ്പോൾ, വിജയത്തിലെത്തിയപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഇത് ചെയ്തിരുന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടു, ഞങ്ങൾ ഇന്ന് ചെയ്യില്ല, നിങ്ങൾക്ക് നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും പരസ്പരം കൈകോർത്ത് ഒരുമിച്ച് നിന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു മരോട്ടിച്ചാലില് വർഷങ്ങൾക്ക് മുമ്പ്. ഇതേ സ്ഥലത്ത് അവിടെ ഒരു പൊതുയോഗം, അല്ലെ, നമ്മുടെ പ്രിയപ്പെട്ട ജി കുമാരപ്പുഴ സാറ്, പ്രിയപ്പെട്ട IM വേലായുധൻ മാസ്റ്റർ, അല്ലെ, മന്മഥൻ സാർ അടക്കമുള്ള ആളുകൾ അന്ന് ഈ മൂലക്ക് ഒരു ആ പൊതുയോഗത്തിൽ വെച്ചുകൊണ്ടാണ് അത് പ്രഖ്യാപിക്കുന്നത്. അന്നത്തെ ആളുകൾക്ക് അത് അറിയാം. അതിൽ അലൂമിനിയം മെറ്റീരിയൽസിന്റെ വില വർധനവിനെതിരെ തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് ധർണയിൽ ജില്ലാ പ്രസിഡന്റ് ബൈജു ചാലിൽ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് മുതുവറ ധർണ ഉദ്ഘാടനം ചെയ്തു. അഭിസംബോധന ചെയ്ത് ജില്ലാ ട്രഷറർ മാർട്ടിൻ പെരേക്കാടൻ, ബോബി വൈശ്യപ്പാട്ട്, മനേഷ്, സെയ്ഫുദ്ദീൻ, രാജീവ്, ശ്രീജിത്ത്, ബിജു, സൂര്യകുമാർ, മുജീബ് റഹ്മാൻ, മണി തൃക്കൂർ, നൌഷാദ്, വിപിൻ, രജീഷ് രാജൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ദിനേശ് ചൂണ്ടൽ സ്വാഗതം ആശംസിച്ച ധർണയിൽ യൂണിറ്റ് മേഖല ജില്ലാ പ്രവർത്തകർക്ക് കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചു. ഭരണസമിതി അംഗം രാജു കാളിയങ്കരെയാണ് നന്ദി അറിയിച്ച് സംസാരിച്ചത്. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG,
ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ദേവമാതാ CMI പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ പപ്പ ആൻഡ് മിയ സംഗീത നൃത്ത നാടകം അരങ്ങിലെത്തിക്കുന്നു. ജനുവരി 23 വൈകിട്ട് 7 ഷോ നടക്കും. അച്ഛനും അമ്മയും പരസ്പരം പോരടിക്കുമ്പോൾ ആ യുദ്ധഭൂമിയിൽ ആരും കാണാതെ തകർന്നു വീഴുന്ന ഒരുപിടി കുഞ്ഞിക്കിനാവുകൾ. അച്ഛനും അമ്മയും മക്കളും സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന കുടുംബങ്ങൾ സമൂഹത്തിൽ അനിവാര്യമെന്നാണ് ഇതിവൃത്തം. ആധുനിക ദൃശ്യ ശ്രവ്യ ലൈറ്റ് ആൻഡ് ഷോയാണിത്. ദേവമാതയിലെ 1000ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന 15 നൃത്തനൃത്യങ്ങൾ ഷോയുടെ പ്രത്യേകതയാണ്. ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിലാണ് അവതരണമെന്ന് ദേവമാതാ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോയ്സ് എലുവത്തിങ്കൽ പറഞ്ഞു. പ്രവേശനം സൗജന്യമാണ്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തത്തിൽ നഷ്ടപരിഹാരം നൽകുന്നത് വേഗത്തിലാക്കണമെന്ന് ജില്ലാ കളക്ടർ. ജില്ലയിലെ വേനൽക്കാലത്തെ തീപിടുത്തങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ ചെയർപേഴ്സൺ കൂടിയായ കളക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. എത്രയും വേഗം എല്ലാ നടപടികളും പൂർത്തിയാക്കുമെന്ന് കളക്ടർ അധികൃതർക്ക് നിർദ്ദേശം നൽകി. റെയിൽവേ സ്റ്റേഷനിലെ ഇരുചക്രവാഹന പാർക്കിംഗ് ഏരിയയിൽ ജനുവരി 4 തീപിടുത്തം. ഫയർഫോഴ്സ്, വനം വകുപ്പ്, ആരോഗ്യവകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ വേനൽക്കാല മുന്നൊരുക്കത്തെക്കുറിച്ചും കാട്ടുതീ തടയാനുള്ള ഫയർ ഓഡിറ്റ് എന്നിവയും ചർച്ച ചെയ്തു. ഫയർ കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന ദുരന്ത നിവാരണങ്ങൾ ഉടൻ തന്നെ DOCയിൽ അറിയിക്കണം. കഠിനമായ വെയിലിന്റെ സമയത്ത് തീപിടിക്കുന്ന വസ്തുക്കൾ അലക്ഷ്യമായി കിടക്കാതെ ശ്രദ്ധിക്കണമെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സബ് കളക്ടർ അഖിൽ വി മേനോൻ, DM ഡെപ്യൂട്ടി കളക്ടർ പ്രാൻസിംഗ്, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂൾ 84ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിരമിച്ച അധ്യാപകർക്കുള്ള യാത്രയയപ്പും നടന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, തൃശൂർ രൂപത വികാരി ജനറൽ ജെയ്സൺ കൂനംപ്ലാക്കൽ എന്നിവർ പങ്കെടുത്തു. സ്കൂളിന്റെ 84 വർഷത്തെ ചരിത്രം വിവരിക്കുന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനവും നടന്നു. ചെവൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിന്റെ 84ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിരമിക്കുന്ന അധ്യാപികയ്ക്കുള്ള യാത്രയയപ്പും പൂർവാധികം ഭംഗിയായി ആഘോഷിച്ചു. ജനുവരി 20 ചൊവ്വാഴ്ച ഉച്ച മുതൽ സംഘടിപ്പിച്ച വാർഷികാഘോഷത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS, തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ, കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ ജോയ് അടമ്പുകുളം തുടങ്ങിയവർ പങ്കെടുത്തു. 84ാം പിറന്നാൾ ആഘോഷിക്കുന്ന ചെവൂർ സെന്റ് സേവിയേഴ്സ് വിദ്യാലയത്തിന്റെ ചരിത്രവും വർത്തമാനവും സ്വപ്നങ്ങളും ഇതൾ വിരിയുന്ന ഡോക്യുമെന്ററി നവതിയുടെ നിറവിലേക്ക് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കേരളത്തിന്റെ ഫർണിച്ചർ വ്യവസായ ഭൂപടത്തിൽ സ്വന്തമായൊരിടം അടയാളപ്പെടുത്തിയ ചെവൂർ ഗ്രാമത്തിൽ ഈ നാടിന്റെ അഭിമാനമായ ചെവൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂൾ. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോഴത്തെ തൃശൂർ അതിരൂപത വികാരി ജനറലുമായ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കലാണ് ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിച്ചതും അനുഗ്രഹ പ്രഭാഷണം നടത്തിയതും.
ഹെഡ്മിസ്ട്രസ് ശ്രീമതി ജെൻസി ജോസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഫസ്റ്റ് അസിസ്റ്റന്റ് ശ്രീമതി നീന ചെറിയാൻ സ്കൂളിന്റെ ഡിജിറ്റൽ റിപ്പോർട്ട് സദസ്സിന് സമർപ്പിച്ചു. 2025 മാർച്ചിൽ നടത്തിയ SSLC പരീക്ഷയിൽ തുടർച്ചയായി 18 വർഷം 100% കരസ്ഥമാക്കി. പരീക്ഷ എഴുതിയ 63 പേരിൽ 12 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ഉം ഒരു വിദ്യാർത്ഥിക്ക് 9 A+ഉം ലഭിച്ചു. കുട്ടികളുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു. വിരമിക്കുന്ന ഹിന്ദി അധ്യാപിക ഷീല ടീച്ചറുടെ ഫോട്ടോ അനാച്ഛാദനം, സ്നേഹസ്പർശം കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ ജോയ് അടമ്പുകുളം നിർവഹിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സിജോ ജോർജ് സ്കോളർഷിപ്പ് വിതരണവും PTA പ്രസിഡന്റ് ശ്രീ PR ജോണി എൻഡോവ്മെന്റ് വിതരണവും നിർവഹിച്ചു. വിരമിക്കുന്ന അധ്യാപികയ്ക്ക് സ്റ്റാഫ് സെക്രട്ടറി ബിൻസി CA-യുടെ നേതൃത്വത്തിൽ ഉപഹാരം സമർപ്പിച്ചു. MPTA പ്രസിഡന്റ് ഷിതി ഷൈൻ, മുൻ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ബിദ ഫ്രാൻസിസ് തരകൻ, ചെവൂർ CALPS ഹെഡ്മിസ്ട്രസ് ശ്രീമതി ജെറീന MJ, OSA പ്രസിഡന്റ് ശ്രീ എഡിസൺ ഫ്രാൻസിസ്, ഇടവക ട്രസ്റ്റി ശ്രീ ഡെയ്സൺ പൂപ്പാടി, നോൺ ടീച്ചിംഗ് സ്റ്റാഫ് ശ്രീമതി മിനി CD, സ്കൂൾ ലീഡർ മാസ്റ്റർ ഹെൻറി ജോസഫ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. എല്ലാ സ്നേഹത്തിനും ഷീല ടീച്ചർ മറുപടി പ്രസംഗത്തിലൂടെ നന്ദി അർപ്പിച്ചു. തുടർന്ന് വാർഷികാഘോഷത്തിന്റെ ജനറൽ കൺവീനർ ശ്രീ സ്റ്റാർലിൻ ഷിൻഡോ TJ ഔദ്യോഗികമായി നന്ദി അർപ്പിച്ചു. തുടർന്ന് സ്കൂളിലെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ അണിനിരത്തി ഒരൊറ്റ തീമിൽ നൃത്തം, നാടകം, സംഗീതം, ശബ്ദവിന്യാസം എന്നീ കലാസങ്കേതങ്ങളെ വിന്യസിച്ച് മോളിവുഡ് അറ്റ് 100 എന്ന പ്രോഗ്രാം അരങ്ങേറി. ദൃശ്യമാധ്യമ രംഗത്ത് കഴിഞ്ഞ 22 വർഷങ്ങളായി സുപരിചിതനായ ജെബിൻ ജോസഫാണ് ഏറെ വ്യത്യസ്തത പുലർത്തിയ ചെവൂർ സ്കൂളിന്റെ ഈ കലാവിഷ്കാരത്തിന് രചനയും സംവിധാനവും നിർവഹിച്ചത്. മാരാങ്കോട് ഉന്നതിയിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. അരേക്കാപ്പ് വീരാങ്കുടി ഉന്നതികളിൽ നിന്ന് മാരാങ്കോട് കശമാവൻ തോപ്പിൽ താൽക്കാലികമായി താമസിക്കുന്ന ഉന്നതിയിൽ ജില്ലാ കളക്ടർ സന്ദർശിച്ചു. ഉന്നതികളിൽ സ്ഥിതി ചെയ്യുന്ന കപ്പായം വനമേഖലയിൽ രൂക്ഷമായ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ മാരാങ്കോട് കശമാവിൻ തോപ്പിൽ ഇവരെ താൽക്കാലികമായി കുടിൽ കെട്ടി താമസിപ്പിച്ചിരിക്കുകയാണ്. ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച കുടിലുകൾക്ക് പകരം സുരക്ഷിതമായി വീട് നിർമ്മിക്കാനും ഉന്നതിവാസികളുടെ പ്രധാന ആവശ്യങ്ങളായ വൈദ്യുതി, കുടിവെള്ളം, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടവരുടെ കാർഡ് വിതരണം, അങ്കണവാടി സൗകര്യം, മരുന്ന്, റേഷൻ ഉൾപ്പെടെ ക്രമീകരണങ്ങൾ കളക്ടർ വിലയിരുത്തി. കഴിഞ്ഞ ഡിസംബറിൽ കളക്ടർ സന്ദർശിച്ച് ഉന്നതി വികസനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ RDOയെ ചുമതലപ്പെടുത്തി. സനീഷ് കുമാർ ജോസഫ് MLA-യുടെ സാന്നിധ്യത്തിൽ RDO യോഗം ചേർന്ന് അവലോകനം ചെയ്തു. ഉന്നതിയിലെത്തിയ ജില്ലാ കളക്ടർ മാരാങ്കോട് ഉന്നതിയിൽ നിന്ന് LLB ബിരുദം നേടിയ അമൃത സുനിലിനെ അനുമോദിച്ചു. ജില്ലയിലെ ഹയർ സെക്കൻഡറി NSS വിദ്യാർത്ഥികൾ ഉന്നതിയിലുള്ളവർക്ക് നൽകിയ പായയും അനുബന്ധ സാധനങ്ങളും വിതരണം ചെയ്തു. ഇടവേള. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം.
സൺഡേസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. അർദ്ധരാത്രിയിൽ വീടുകളുടെ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്ത കേസിലെ പ്രതി അറസ്റ്റിൽ. ഇരിങ്ങാലക്കുട ഗാന്ധിഗ്രാം സ്വദേശി തൊമ്മാന വീട്ടിൽ ഹെറോളിൻ എന്നയാളുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്ത് 6000 രൂപയോളം നഷ്ടം വരുത്തിയ കേസിലാണ് ഇരിങ്ങാലക്കുട സ്വദേശി ഹെൽവിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല ക്ഷേത്രക്കൊള്ള നടത്തിയ CPM കോൺഗ്രസ് സംഘങ്ങൾക്കെതിരെ ജില്ലാ യുവമോർച്ച കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ചരിത്രപ്രസിദ്ധമായ തൃശൂർ ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രപൂരം സമാപിച്ചു. മരോട്ടിച്ചാൽ ചെസ് അസോസിയേഷൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ ആദരിച്ചു. അലൂമിനിയം മെറ്റീരിയൽസ് വിലവർദ്ധനയ്ക്കെതിരെ അലൂമിനിയം അസോസിയേഷൻ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.